എല്ലാവർക്കും ദേവിയാസ് കിച്ചൺ റെസിപ്പീസിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഒരു നാടൻ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചേനത്തണ്ടും ചെറുപയറും തോരനാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഓണത്തിനൊക്കെ എല്ലാവരും ഉണ്ടാക്കാറുള്ള ഒരു തോരനായിരുന്നു ഇത്. അപ്പം ഇന്ന് ഞാൻ ചേനത്തണ്ടും ചെറുപയറും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചേനത്തണ്ട് തോരനുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചേനയുടെ തണ്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, എൻ്റെ വീട്ടിലുണ്ടായതാണ്. ഈ പച്ച കളറിലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന കുരുന്ന് തണ്ട് വേണം നോക്കിയിട്ട് എടുക്കാൻ. മൂത്ത തണ്ടാണെങ്കിൽ തോരൻ വെക്കാൻ കൊള്ളില്ല. അപ്പം അതുകൊണ്ട് ചേനത്തണ്ട് എടുക്കുമ്പോൾ കുരുന്ന് തണ്ട് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേനത്തണ്ടും ചെറുപയറും കൂടെ ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ചെറുപയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം. ഞാനിതിപ്പോ കുതിർത്തിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുതിർത്തും എടുക്കാം. പക്ഷെ ചെറുപയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണല്ലോ. അപ്പൊ അത് കാരണം ഞാൻ കുതിർത്തിട്ടൊന്നും എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ചെറുപയർ നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം മതി, 1 കപ്പിന്റെ ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. പയർ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. നമുക്ക് തോരനിലേക്ക് ചേർക്കേണ്ടതായതുകൊണ്ട് പയർ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ തോരൻ കുഴഞ്ഞിരിക്കും. അപ്പം എനിക്കിപ്പം എൻ്റെ കുക്കറിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ മതി, ആവശ്യത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഓരോ കുക്കറിൻ്റെ അനുസരിച്ച് ആ കുക്കിംഗ് ടൈമിന് വ്യത്യാസം വരും. അപ്പം അങ്ങനെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചേനത്തണ്ടും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം നമുക്കിനി തോരൻ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. ഇതൊരു നാടൻ വിഭവം ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന മട്ട അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിയും കൂടി ഇട്ടിട്ടൊന്ന് താളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അരിക്ക് പകരം നിങ്ങൾക്ക് ഉഴുന്നുപരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരി ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചേനത്തണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേനത്തണ്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുമ്പം ഒരുപാടായിട്ട് തോന്നുമെങ്കിലും നമ്മളിത് വെന്ത് വരുമ്പം ഇതെല്ലാം ചുരുങ്ങി വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ചേനത്തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ചേനത്തണ്ട് ഒന്ന് വേവാനായിട്ട് അടച്ചു വെക്കാം. ഈ ചേനത്തണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചേനത്തണ്ടിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. വെള്ളം വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ തോരൻ കുഴഞ്ഞു പോകും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് വന്നോളും. ഒട്ടും തന്നെ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചേനത്തണ്ടിലും ചേമ്പുംതാളിലും ഒക്കെ ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇടാനായിട്ട് മറന്നുപോയി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ചേനത്തണ്ടിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഇത് കുക്ക് ചെയ്യാം. അപ്പൊ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എരിവിന് വേണ്ടി കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം. ഇപ്പൊ എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിമുളക് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതെടുത്തെന്നുള്ളതേ ഉള്ളൂ. 6 എണ്ണം എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവിന്റെ അനുസരിച്ച് മുളകിന്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരുത്താം. അപ്പം ഇതിന് പകരം പച്ചമുളക് ചേർക്കാം. ഇനിയിപ്പോ പച്ചമുളക് വേണ്ട എന്നുള്ളവർക്ക് മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലിയാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിൽ 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഇതാ നമ്മളുടെ പയറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലൊഴിച്ചിരുന്ന വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട്. പയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ വെന്തങ്ങ് ഉടഞ്ഞു പോയിട്ടുമില്ല. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് പയറ്. അപ്പൊ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. വെന്തുടഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പൊ ഞാൻ അരപ്പും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പം വെളുത്തുള്ളിയും കാന്താരിമുളകും നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഈ തേങ്ങ നന്നായിട്ടൊന്ന് കൈവച്ച് തന്നെ ഞെരടി എടുക്കുകയാണ് ചെയ്തത്. നമുക്ക് തോരനായതുകൊണ്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ എടുത്താലും മതി.
അപ്പോൾ നമ്മളുടെ ചേനത്തണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അത് ചുരുങ്ങി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി അരപ്പും നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ചേനത്തണ്ട് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറി വേവട്ടെ. ഇപ്പൊ നമ്മളുടെ അരപ്പും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ പയറും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ പയർ വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പയർ വെന്ത് ഉടഞ്ഞു പോകരുത്. പയർ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ തോരൻ കുഴഞ്ഞിരിക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചേനത്തണ്ട് ചെറുപയർ തോരന്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇപ്പൊ നാട്ടിലൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചേനത്തണ്ട് കിട്ടുന്ന ടൈമാണ്. ചേനത്തണ്ട് കിട്ടുന്നവര് ഉറപ്പായിട്ടും ഈ രീതിയിലൊന്ന് തോരൻ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ഒരു കോമ്പിനേഷനിൽ ഈ ചേനത്തണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഈ ഒരു കോമ്പിനേഷനിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇതിന് മുന്നേ വേറെ കുറെ തോരന്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഓണം റെസിപ്പീസ്, ഓണം സദ്യ റെസിപ്പീസും മിക്കതും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെയും പ്ലേലിസ്റ്റ് ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല തോരനായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമന്റ്സിലൂടെ അറിയിക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.